പ്രിയപ്പെട്ടവരെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്തുകൊണ്ട് സ്ഥാനമൊഴിയുന്നില്ല? അദ്ദേഹം ഒരു പക്വതയില്ലാത്തവനാണോ, ബുദ്ധിയില്ലാത്തവനാണോ എന്നൊക്കെ ചില ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള വലിയൊരു ഡ്രാമ, ഒരു നാടകമുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ തന്നെ ഇസ്ലാമിക വിരുദ്ധ പരാമർശങ്ങളുമായാണ് അദ്ദേഹം കടന്നു വന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പുണ്യ കേന്ദ്രങ്ങൾ നിലകൊള്ളുന്ന സൗദി അറേബ്യക്ക് നേരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ അറ്റാക്കുകൾ. പക്ഷേ പിന്നീടാണ് അത് സൗദി അറേബ്യ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ടത്. അങ്ങനെ ശരിക്കും ആ ബ്ലാക്ക്മെയിലിങ്ങിൽ സൗദി അറേബ്യ വീണു എന്ന് പിന്നീട് ബോധ്യപ്പെടുകയും ചെയ്തു. ജാസ്ട്ര എന്ന് പറയുന്ന തീവ്രവാദ വിരുദ്ധ നിയമം ചാർത്തി സൗദി അറേബ്യ കൊണ്ട് ഒരു വൻ തുക ഫൈനായി അടപ്പിക്കാനുള്ള പരിപാടിയായിരുന്നു ട്രംപിന്റെ ആദ്യത്തെ നീക്കം. പക്ഷെ അത് സത്യം പറഞ്ഞാൽ സൗദി അറേബ്യയെ ഒരു വലിയ ദീർഘകാലത്തേക്ക് തന്നെ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് എന്നതുകൊണ്ട് സൗദി അറേബ്യ പല നീക്കുപോക്കുകളും നടത്തി അതിൽ നിന്ന് ട്രംപിനെ വഴിമാറ്റാനുള്ള പദ്ധതിയായിരുന്നു. പക്ഷെ അന്ന് മുതൽ ട്രംപ് ആരംഭിച്ച ഇസ്ലാമിക വിരുദ്ധ നീക്കങ്ങൾ ഇപ്പോഴും അപങ്കുരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ വന്ന വാർത്ത നമ്മൾ വായിക്കുമ്പോൾ അത് മുസ്ലിം ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ജെറുസലം പോസ്റ്റും അതുപോലെ തന്നെ ഇസ്രായേലി ടൈംസും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള വാർത്ത, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവും അതോടൊപ്പം മൊസാദിന്റെ ചീഫ് യോസി കോഹനുമൊക്കെ സൗദി അറേബ്യ സന്ദർശിച്ചു ഇന്നലെ വൈകുന്നേരം. അവിടെ സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനുമായി 3 മണിക്കൂർ രഹസ്യമായി മീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ മൊസാദ് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ ജൂത രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവനും അതോടൊപ്പം ഇസ്രയേൽ പ്രസിഡന്റ് നെതന്യാഹുവും തിരിച്ചുപോയത് എന്നാണ് നമുക്ക് പത്രങ്ങളിലൂടെ വായിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന്റെ പിന്നിൽ എന്തായിരിക്കും ചർച്ച എന്നതിനെക്കുറിച്ച് വലിയ ആശങ്കയാണ് മുസ്ലിം ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ രഹസ്യ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് ഒന്ന് ക്രൗൺ പ്രിൻസ് സൗദി അറേബ്യയുടെ, രണ്ടാമത്തേത് അമേരിക്കൻ സെക്രട്ടറി മൈക്ക് പോംപിയോ ആണ്, അതുപോലെ തന്നെ നെതന്യാഹു ആണ്, അതുപോലെ തന്നെ മറ്റൊന്ന് യോസി കോഹൻ എന്ന് പറയുന്ന മൊസാദ് ഇസ്രയേൽ ചാര സംഘടനയുടെ തലവനാണ് എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ ഒരു കാര്യമല്ല, മറിച്ച് ഇതിന്റെ പിന്നിൽ ഒരു വലിയ അജണ്ട. അവർ 3 മണിക്കൂർ സംസാരിച്ച് നേരെ വന്ന് 5 മണിക്കൂർ കൊണ്ട് സൗദി അറേബ്യയിൽ നിന്ന് തിരിച്ചു പോകുന്ന വളരെ രഹസ്യമായ ഒരു സന്ദർശനമാണ് നടത്തിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ നമുക്ക് ഉടനെ തന്നെ കണ്ടറിയാൻ സാധിക്കും. ഒരുപക്ഷെ ട്രംപിന്റെ സ്ഥാനം നഷ്ടപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു അറ്റാക്ക് ഇറാനെതിരെ ഉണ്ടാവുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട്. പക്ഷെ ഇറാനെ ആക്രമിക്കുന്നു എന്നതല്ല പ്രശ്നം. പക്ഷേ ആ ഒരു ആക്രമണം മുഖേന ഇസ്രയേലിന് യഥേഷ്ടം പരിശുദ്ധ ഭൂമികളിൽ കയറിയിറങ്ങാനുള്ള അവസരമുണ്ടാകും. അവർക്ക് താവളങ്ങളാകും. അവരുടെ സൈനികർക്ക് അറബ് നാടുകളിൽ വിന്യസിക്കാനുള്ള സാഹചര്യം അത് അനിവാര്യമായി നിർബന്ധിതമായി അവിടെ ഉണ്ടാവുമെന്ന കാര്യം നമ്മൾ മറക്കേണ്ടതില്ല. കാരണം ഇറാഖിനെതിരെയുണ്ടായ സദ്ദാം ഹുസൈനെതിരെയുള്ള നീക്കത്തിലൂടെയാണ് അമേരിക്ക അറബ് രാഷ്ട്രങ്ങളിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഇത്രമാത്രം അവരുടെ വേരുകൾ ഉറപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഇസ്രയേലിന് വലിയൊരു വേരുറപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഇത് സൃഷ്ടിക്കുമെന്ന് മാത്രമല്ല, പിന്നീട് അത് തുടച്ചു നീക്കാൻ അറബികൾക്ക് സാധിക്കാത്ത വിധം അവരുടെ വേരുകൾ പൂണ്ടുപിടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായിരുന്നാലും വളരെ സങ്കീർണമായ ചില വാർത്തകളൊക്കെയാണ് നമുക്കിപ്പോൾ വായിക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഇതിനു വേണ്ടിയാണ് ഇവിടെ എന്തൊക്കെയോ ഫയലുകൾ ഇനിയും ട്രംപിന് ഇസ്രയേലിന് വേണ്ടി നീക്കാനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഇപ്പോഴും വൈറ്റ് ഹൗസിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനം അവിടെ ഉറപ്പിച്ചു നിൽക്കുന്നത്. അദ്ദേഹം ഖുദ്സിലേക്ക് അമേരിക്കയുടെ എംബസി മാറ്റുകയും പിന്നീട് ഖുദ്സ് ഇസ്രായേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു പ്രസിഡന്റാണ്. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ഇന്ന് വരെയുള്ള അദ്ദേഹത്തിന്റെ ഭരണകാലം എടുത്തു നോക്കിയാൽ അദ്ദേഹം അമേരിക്കയേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചത് ഇസ്രായേലിനെ ആയിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഏതായിരുന്നാലും ഇപ്പോൾ ചില നീക്കങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായിരുന്നു മുസ്ലിം രാഷ്ട്രങ്ങളുമായി ഇസ്രയേലിനെ ടൈഅപ്പ് ആക്കുക, മുസ്ലിം രാഷ്ട്രങ്ങളിലേക്ക് ഇസ്രയേലിനെ അമേരിക്കയെ പോലെ തന്നെ കടന്നു വരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകളും പ്രവർത്തനങ്ങളും. പക്ഷെ അതിന് പൂർത്തിയാക്കാനുള്ള ചില ഫയലുകൾ കൂടെ ബാക്കിയുണ്ട്.
അതാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. വോട്ട് എണ്ണിയ സ്ഥലങ്ങളിലൊക്കെ വീണ്ടും എണ്ണിപ്പിക്കുകയും മാത്രമല്ല അതിനെ താൽക്കാലികമായി ഒന്ന് നീട്ടിക്കൊണ്ടുപോവുക എന്ന വലിയൊരു ലക്ഷ്യമാണ് അവിടെയുള്ളത്. അല്ലാതെ നിങ്ങൾ വിചാരിച്ച പോലെ ട്രംപ് വലിയ പരാജയമേറ്റിട്ടും അവിടെ തന്നെ കടിച്ചു തൂങ്ങി ഞാൻ ഒഴിവാകുകയില്ല എന്ന് പറയുന്ന ഒരു പക്വതയില്ലാത്തവനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. പക്ഷെ അദ്ദേഹത്തിന് ഇസ്രയേലിന് വേണ്ടി ചില കാര്യങ്ങൾ കൂടെ ചെയ്തു തീർക്കാനുണ്ട്. ഒരുപക്ഷെ ബൈഡൻ വന്നു കഴിഞ്ഞാൽ ആ നീക്കങ്ങൾക്കെല്ലാം വിഘാതമാവും. അത് മാത്രവുമല്ല, അറബ് രാഷ്ട്രങ്ങൾ പോലും ബൈഡന്റെ കടന്നുവരവോടുകൂടെ അവരുടെ ചിന്തകൾക്ക് മാറ്റം സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ട്രംപിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ പേടിച്ച് അവർക്ക് വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുകയൊക്കെയാണ് ഇപ്പോൾ ഈ അറബ് രാഷ്ട്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തി ഇസ്രയേലിന് അമേരിക്ക ഇപ്പോൾ അറബ് രാഷ്ട്രങ്ങളിൽ ഇറങ്ങി നിരങ്ങുന്നത് പോലെ ഇസ്രയേലിന് യഥേഷ്ടം നിരങ്ങാനുള്ള, അവർക്കും മൊസാദിനുമൊക്കെ അറബ് നാടുകൾ യഥേഷ്ടം അവർക്ക് കയറിയിറങ്ങാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ചില അറബ് രാഷ്ട്രങ്ങൾ, നിങ്ങൾക്കറിയാം ഏതായിരിക്കും ആ രാഷ്ട്രങ്ങളെന്ന്, അവർക്ക് വേണ്ടി ഇതുവരെ അമേരിക്കയായിരുന്നു പ്രവർത്തിച്ചതെങ്കിൽ ഇനി ഇസ്രയേലും അവർക്ക് കൂടെ പ്രവർത്തിക്കാനുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്ന ചില യാഥാർത്ഥ്യങ്ങൾ. ഏതായിരുന്നാലും ഇസ്രയേലിന്റെ പ്രസിഡന്റ് നെതന്യാഹു, അതുപോലെ തന്നെ മൊസാദ് തലവൻ, അതായത് ഇസ്രയേലിന്റെ സംഘടനയുടെ തലവൻ യോസി കോഹനൊക്കെ ഈ സൗദി അറേബ്യ എന്ന് പറയുന്ന മുസ്ലിം ഹോളി സ്റ്റേറ്റ് അവിടെ സന്ദർശിക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്നറിയാൻ മുസ്ലിം ലോകത്തിന് ആഗ്രഹമുണ്ട്. മാത്രമല്ല വലിയ ആശങ്കയും ആ വിഷയത്തിലുണ്ട്. ട്രംപ് ഒരു പക്വതയില്ലാത്തവനായിട്ടല്ല, പക്ഷേ മുസ്ലിം വിരോധം അത് അദ്ദേഹത്തിന്റെ തലയിൽ തിളച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല ഇസ്രയേലിന്റെ സംരക്ഷണവും ഇസ്രയേലിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം ഇനിയും നിർത്തിയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന രക്തം തുള്ളി വരെ അദ്ദേഹം ഇസ്രയേലിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിളിച്ചോതുന്നതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട റിസൾട്ട് വരുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ആശങ്കയോടെ മുസ്ലിമീങ്ങൾ ഇതിനെ കാണുന്നു. ഏതായാലും നമ്മുടെ പരിശുദ്ധ നാടുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല പൂർണ്ണ കാവൽ നൽകട്ടെ. എല്ലാവിധ അഴുക്കുകളിൽ നിന്നും തിന്മകളിൽ നിന്നും ആ പരിശുദ്ധ ഭവനങ്ങളെയും ആ നാടുകളെയും അള്ളാഹു സംരക്ഷിക്കട്ടെ. ചതിയന്മാരുടെയും അതുപോലെ മുസ്ലിങ്ങൾ ഒറ്റുകൊടുക്കുന്ന മറ്റു ഏതൊക്കെ ചതിയന്മാരുണ്ടെങ്കിൽ അവരുടെ എല്ലാം ഷെറുകളിൽ നിന്നും അവരെ കരങ്ങളിൽ നിന്നും പരിശുദ്ധ ഭൂമിയെ അള്ളാഹു സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം മുസ്ലിം ലോകത്തിനും അതുപോലെ ലോകത്തിൻ്റെ മൊത്തം സമാധാനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിറഞ്ഞു നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.